പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും ഒരുപാട് മുകളിലാണ് പ്രകൃതി സത്യങ്ങൾ. വയനാടിന്റെ മുകളിൽ നിന്ന് മുടിയടിച്ചാടിത്തിമർത്ത ഭീകരരൂപിണിയായ പ്രകൃതി രക്തക്കുരു തീരാതെ എവിടെയോ പോയി ഒളിഞ്ഞിരിക്കുന്നു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞവർ അവരുടെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ്, അവരുടെ ഹൃദയങ്ങൾ നിലയ്ക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരുടെ നെഞ്ചുകൾ പിടഞ്ഞു കാണും. ഒരു നാടിന്റെ സ്വപ്നങ്ങളും വിയർപ്പും കണ്ണീരും ചെളിക്കുഴികളായി, മണൽ കൂനകളായി, ശവപ്പുഴകളായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉയിരറ്റ് വേർപെട്ട ഉടലുകൾ അകലേക്കൊഴുകി മാറുന്ന ഭീകരത കണ്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും മരവിച്ചു പോകാത്ത, തോറ്റു പിന്മാറാത്ത ഒരു സമൂഹമുണ്ട് ഈ ഭൂലോകത്തിന്റെ കോണിൽ. നമ്മുടെ കേരളം. ഹൃദയങ്ങൾക്ക് ജാതിയില്ലല്ലോ, ചോരയ്ക്ക് മതമില്ലല്ലോ. സ്വന്തം കുഞ്ഞിനായി കരുതി വെച്ച വാത്സല്യത്തിന്റെ പാലമൃത് ദുരന്ത ഭൂമിയിൽ പെറ്റമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ മാറിടം ചുരത്തുന്ന അമ്മമാർ, എല്ലാം നഷ്ടപ്പെട്ട് കൊടുങ്കാറ്റിൽ ഒറ്റപ്പെട്ടുപോയ നിരാലംബർക്ക് തണലൊരുക്കുന്ന കാരുണ്യത്തിന്റെ മൃഗീയത. ഇനി എന്തെന്നോർത്ത് നാളെ എന്ന അന്ധകാരത്തിലേക്ക് കണ്ണും നട്ട് മരവിച്ചിരിക്കുന്ന ആയിരങ്ങൾ. അവർക്ക് മുന്നിൽ നമുക്ക് പ്രതീക്ഷയുടെ പരശതം തിരികൾ കൊളുത്താം. അതിജീവിതരെ നെഞ്ചോട് ചേർത്ത് നമുക്ക് മുന്നേ നടക്കുന്നവരെ നാം കണ്ടില്ലേ? ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ലാതെ സഹായത്തിന്റെ കാരുണ്യഹസ്തം നീട്ടുന്നവർ. അവരാണ് ഈ നാടിനെ ദൈവസാന്ദ്രമാക്കുന്നത്. ആ ദൈവസ്പർശത്തെ നമുക്കും മാതൃകയാക്കാം.